ചാനൽ. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. നമ്മൾ ആദ്യം ഉള്ളി മുറിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ നമ്മൾ നല്ലോണം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി ഇട്ടിച്ച് നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തീയെല്ലാം കെട്ടുപോയി ഗായ്സ്. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പുട്ട് വേവിക്കാനുള്ള ഒരു കുക്കറാണ്. നമ്മളിന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് നല്ലോണം ഇളക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി കുറച്ച് പൊടികളെല്ലാം ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയെല്ലാം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞിച്ചക്കം വന്നിച്ചിട്ട് അതിലേക്ക് നമ്മൾ മല്ലി അരച്ചതാണ് ഇട്ടത്. മല്ലി നമ്മൾ മൂവൻ മല്ലി നമ്മൾ വറുത്തിച്ച് അരച്ചതാണ് ചേർത്തത്. ഇതിൽ തേങ്ങ വേണ്ട ഗായ്സ്. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. നമ്മൾ ചേട്ടപ്പൊട്ട് നിറയ്ക്കുന്നുണ്ട്. തേങ്ങ നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ നമ്മളെ കറി റെഡിയായതിന് ശേഷം നമ്മളതിലേക്ക് മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഈ കറീൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ റെസിപ്പി ഇടുന്നതായിരിക്കും. നമ്മൾ രാവിലത്തെ തിരക്കിന് അറിവറി അയച്ചെടുത്തതാണ് വീഡിയോ. നമ്മളെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ തിളക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽ ചായയും പുട്ടും മുട്ടക്കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ മുട്ടക്കറി വിളമ്പുന്നുണ്ട്. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.